പശ്ചിമേഷ്യയിലെ ആശങ്ക പടർത്തി അമേരിക്കൻ നാവിക വ്യൂഹം പേർഷ്യൻ ഗൾഫിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അർമഡ സൈനിക വ്യൂഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നു കഴിഞ്ഞു. ഭീഷണിക്ക് മുന്നിൽ പ്രതിരോധം തകരില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും UAE പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഈ ഇറാനെ ആക്രമിക്കുന്നതിന് അവരുടെ എയർ സ്പേസ് കൊടുക്കുകയോ അവരുടെ ലാൻഡ് ഉപയോഗിക്കാനോ അനുവദിക്കില്ല എന്ന വാർത്ത വന്നു. മാത്രമല്ല അറേബ്യൻ സമൂഹമൊക്കെ ഇതിനെതിരാണ് എന്ന രീതിയിൽ വാർത്തകൾ കൂടി വരുന്നു. ഇതൊക്കെ ഡൊണാൾഡ് ട്രംപിനെ സ്വാധീനിക്കുമോ എന്നറിയില്ല. UAE പോലുള്ള രാജ്യങ്ങൾക്ക് ട്രംപിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം, കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെതിരെ ഒരു 12 ദിവസം നീണ്ടുനിന്ന ഒരു ആക്രമണം നടത്തിയതിന് ശേഷം ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും വീണ്ടും നേർക്കുനേർ വരികയാണ്. USSന്റെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കനും അതുപോലെ ടോമഹോക്ക് മിസൈലുകളൊക്കെ വഹിക്കുന്ന 3 യുദ്ധക്കപ്പലുകളും ഇന്ത്യൻ സമുദ്രത്തിൻ്റെ അങ്ങ് പടിഞ്ഞാറ് ഭാഗത്ത് പ്രവേശിച്ചു കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനെതിരെ ഇപ്പോൾ ഒരു സൈനിക നടപടിക്ക് വൈറ്റ് ഹൗസ് ഉത്തരവിടുകയാണെന്ന് വെച്ചോ 1-2 ദിവസത്തിനകം ആക്രമണം നടത്തുവാൻ ഇപ്പോഴത്തെ ഈ സൈനിക സന്നാഹത്തിന് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ ഏതാണ്ട് 12 F-15E യുദ്ധവിമാനങ്ങളെയും അമേരിക്ക ഇതിനോടകം തന്നെ ഈ മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ഇറാൻ മേഖലയിലുള്ള വ്യോമാക്രമണ സാധ്യതകൾ കൂടുതൽ ശക്തമായിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഇറാനെ ലക്ഷ്യമാക്കി ഒരു വലിയ സൈനിക സന്നാഹം അർമദ, നേരത്തെ SKN സൂചിപ്പിച്ച അത് അങ്ങനെ ഒരു പേരാണ് ഇതിനിട്ടിരിക്കുന്നത്, അമേരിക്ക അയച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ സൈനിക സന്നാഹം ഉപയോഗിക്കേണ്ടി വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതേസമയം ഇറാൻ വളരെ ശക്തമായിട്ട് ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. അതുമാത്രമല്ല, പ്രാദേശികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. കാറ്റ് വിതയ്ക്കുന്നവർ കൊടുങ്കാറ്റ് തന്നെ കൊയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പോട് കൂടി ടെഹ്റാൻ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ടെഹ്റാൻ സ്ക്വയറിൽ വലിയ ബിൽ ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഒരു ആക്രമണം ഉണ്ടായാൽ USന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ വളരെ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയേക്കും എന്നുള്ളൊരു സൂചന ഇറാൻ പിന്തുണയ്ക്കുന്ന, നമുക്കറിയാം, യമനിലെ ഹൂതി വിമതർ ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ഒരു നിലപാടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എടുത്തിരിക്കുന്നത്. ഇറാനെതിരെ സൈനിക നീക്കങ്ങൾക്കായി തങ്ങളുടെ ആകാശ പരിധിയോ അല്ലെങ്കിൽ ഭൂപ്രദേശമോ കടലോ ഒന്നും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് UAE തീർത്ത് പറഞ്ഞിട്ടുണ്ട്. SKN.